സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസ് സ്വന്തം സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും സ്വാഗതവും നിങ്ങളെ അറിയിക്കുന്നു. ധാരാളമായി ഇത് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടതായ ചില അടിസ്ഥാന ചിന്തകളെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയായിരുന്നു. ഇന്ന് അതിനോടനുബന്ധമായി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ലോകത്തിന് നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ നന്മകളെക്കുറിച്ച്, ലോകത്തിൽ അധികം ആൾക്കാർക്കും അറിവോ പരിചയമോ ഇല്ലാത്തതുകൊണ്ട് അത് ജനത്തെ അറിയിക്കുവാൻ, ലോകത്തോട് പറയുവാൻ, സകല സമൂഹത്തോടുമായിട്ട് പറയുവാൻ ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് നൽകിയ ശ്രേഷ്ഠമായ 5 വിശേഷ നന്മകൾ ഇന്നു മുതൽ ഓരോന്നായി 5 എപ്പിസോഡുകളിലായി ചുരുക്കി പറയുവാൻ ദൈവനാമത്തിൽ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാനതിനു വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്ന് കേട്ട് രണ്ടാമത് കേൾക്കാതിരുന്നാൽ കേട്ടതുകൊണ്ട് വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തുകയില്ല. 5 കേൾക്കണം, ഒന്ന് കേട്ട് രണ്ടാമത്തെ കേൾക്കണം, മൂന്നാമത്തെ കേൾക്കണം, നാലാമത്തെ കേൾക്കണം, 5-ാമത്തെ കേൾക്കണം. നിങ്ങളതിനു വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചതായ അങ്ങയുടെ വിശേഷമേറിയ 5 നന്മകൾ പൊതുലോകത്തെ അറിയിക്കുവാനുള്ള ആഹ്വാനം, ആലോചന, അരുളപ്പാട്, നിയോഗം എളിവന് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾക്ക്, അങ്ങയുടെ ജനത്തിന് ഒരുപോലെ അത് ഫലകരവും ഗുണകരവുമായി തീരട്ടെ. അവരത് ഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ലോകം അറിയട്ടെ. കർത്താവേ, അറിയട്ടെ. അതിനായിട്ട് ജനമനസ്സുകളെ ദൈവം വഴിതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി. മതി. ലോകത്തിലേക്ക് ദൈവം തന്നിരിക്കുന്ന 5 നന്മകളിൽ ഒന്ന് യേശുവിനെ തന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിനിട്ടിരിക്കുന്ന പേര്, വീണ്ടെടുപ്പിനായി ദൈവം യേശുവിനെ അയച്ചു. എന്ത് വീണ്ടെടുപ്പ്, ആരെ വീണ്ടെടുപ്പ്, എന്താണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ നിഷ്പ്രയാസം കഴിയും. ചിന്തിച്ചാൽ മതി, അഥവാ ശ്രദ്ധിച്ചാൽ മതി, ഓർത്താൽ മതി, കേട്ടാൽ മതി. ഞാൻ ആവേശമൊന്നും കൊള്ളുന്നില്ല. ശാന്തമായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. കാരണം നിങ്ങളത് അറിയണം. നിങ്ങൾ ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ അതറിയണം.
ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ അത് അറിയണം. അല്ല നിങ്ങളൊരു മറ്റ് വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരാണെങ്കിൽ അറിയണം. ക്രൈസ്തവനാണെങ്കിൽ അറിയണം. യേശുവിനെ ദൈവം എന്തിനു തന്നു? വീണ്ടെടുപ്പിനായി തന്നു. ആരുടെ? താങ്കളുടെ വീണ്ടെടുപ്പിനായി തന്നു. എനിക്ക് എന്തിനാണ് വീണ്ടെടുപ്പ്? അതിൽ ദൈവം പറഞ്ഞൊരു വാക്ക് വായിച്ച് കേൾപ്പിക്കുക. യോഹന്നാൻ സുവിശേഷം 3:17 വായിച്ചിട്ട് മറ്റു വചനത്തിലേക്ക് നമുക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:17. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം രക്ഷിക്കപ്പെടണമെങ്കിൽ വേറെ പദ്ധതിയില്ല. പാപത്തിൽ ആണ്ടുപോയ, പരമ്പരാഗതമായി പാപത്തിൽ വീണു കിടക്കുന്ന ഇവരെ ഉദ്ധരിക്കുവാൻ സ്വർഗത്തിലൊരു ആലോചനയോഗം ഉണ്ടായെന്ന് പറയാം. സുമാറല്ല, യശയ്യാ അതിൽ എഴുതിയിട്ടുള്ളതാണത്. അപ്പം അത് വായിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ ആലോചന യോഗത്തിൽ ഈ ജനത്തെ ഉദ്ധരിക്കാൻ നാം എന്തു ചെയ്യും എന്നൊരു ചിന്ത വന്നപ്പോൾ, എന്നെ അയച്ചാൽ മതി, ഞാൻ പോകാം എന്ന് യേശു പറഞ്ഞു. യേശു മറിയയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായതല്ല, പണ്ടേ ഉള്ളതാ. ആ യേശു പറഞ്ഞു, അടിയനിത് അടിയനെ അയക്കണമേ. അങ്ങനെ വന്നതാ. ആ 3:17 എൻ്റെ ടി വിയുടെ മുമ്പിൽ എപ്പോഴും എഴുതി കാണിക്കുന്നൊരു വാക്യമാണ് അത്. ഒന്നുകൂടി വായിക്കാമോ? 3:17 ഒന്നുകൂടി വായിക്കാമോ? ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ദൈവം അയച്ചു. അടുത്തത്, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം രക്ഷിക്കപ്പെടണം, രക്ഷപ്പെടണം. അതാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിൻ്റെ പണി ദൈവം പൂർത്തീകരിച്ചു. അപ്പോൾ വീണ്ടെടുത്ത് കഴിയണ്ടേ? ഇല്ല. വീണ്ടെടുപ്പിൻ്റെ പണി ദൈവം പൂർത്തീകരിച്ചിട്ട് പിന്നെ മനുഷ്യനതിന് അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കണം. അംഗീകരിച്ച് എന്നെയും കൂടെ വീണ്ടെടുക്കാനാണ് വന്നത് സമ്മതിക്കുന്നത്. എന്തിനാണത്? എൻ്റെ പാപത്തിൽ തന്നെ വീണ്ടെടുക്കാൻ. ലോകത്തിലെ ഒരു ശക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും കഴിയാതെ വന്നപ്പോൾ അതിന് കഴിയുന്ന ഒറ്റ ഒരുവൻ, പാവമില്ലാത്ത ഒരുവൻ. പാവമില്ലാത്ത ഒരുവൻ, അവനാണ് യേശു. അനേക പ്രാവശ്യം അവനെ മാറി മാറി കോടതിയിൽ വിസ്തരിച്ചപ്പോൾ അവരെല്ലാം ഒരേ വിധിനായ വിധി. ഞങ്ങൾ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. യേശു സഞ്ചരിച്ച സമയത്ത് ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? സാധാരണ സന്തതികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പോലെ ജനിച്ചതല്ല യേശു. യേശു ജനിച്ച വിധം ഇങ്ങനെയാണ്. അത്യുന്നതന് ശക്തി അവരുടെ മേൽ നേരിട്ടു. ഈ മനുഷ്യന് ഉദ്ധാരണത്തിന് വേണ്ടി അവളിൽ ഒരു വിശുദ്ധ പ്രജ ഉളവായി. ലോകത്തിൽ വിശുദ്ധ പ്രജയായി വന്നിട്ടുള്ളത് യേശു മാത്രം. ആരെങ്കിലും വിവാദത്തിന് വേണ്ടി ചിന്തിക്കുന്നെങ്കിൽ അപ്പം ആദാമോ എന്ന് ചോദിച്ചാൽ, ആദാം പാപത്തിൽ വീഴുന്നത് വരെ അവന് വിശുദ്ധനായിരുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ കൈവിരലുകളാൽ മെനഞ്ഞുണ്ടാക്കിയതാണ് ആദാം. ദൈവത്തിന് ശ്വാസോച്ഛ്വാസം കൊടുത്താണ് അവൻ ജീവൻ ഉണ്ടായത്. അപ്പോൾ യേശുവിനെ അത്യുന്നതന്റെ ശക്തി, ദൈവശക്തിയാൽ മറിയയിൽ അത്ഭുതമായി ഉളവായതാണ്. അവൾക്ക് സംശയം
അവളുടെ അറിവില്ല, ആ വിഷയത്തെപ്പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. അവൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ വന്ന ദൈവദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. മറുപടി, ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഭക്തയായിരുന്ന, വിശുദ്ധമായിരുന്ന അവൾ ഉടനെ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെയാണ് യേശുവിൻ്റെ വിവാഹം. അപ്പം യേശു വീണ്ടെടുപ്പിനായി വന്നു, പാവമില്ലാത്തവനായിട്ട് വന്നു, പരിശുദ്ധനായിട്ട് വന്നു, കുറ്റരഹിതനായിട്ട് വന്നു. അങ്ങനെ വന്ന ഈ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് തന്നപ്പോൾ ലോകം അവനാൽ രക്ഷിക്കപ്പെടണം എന്ന് ദൈവം അരുളി ചെയ്തു. അതാണ് യോഹന്നാൻ 3:17 നമ്മൾ വായിച്ചത്. യോഹന്നാൻ 12:47 നോക്കിയാൽ യേശു നേരിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് അവനോട് വാദിക്കാനും തർക്കിക്കാനും വന്നതായ സ്വന്തം മതക്കാരായിരുന്നു യഹൂദന്മാരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി യോഹന്നാൻ 12:47, എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നത് വിധിക്കാൻ വന്നതല്ല, ഞാൻ വന്നത് ശിക്ഷിക്കാൻ വന്നതല്ല, ഞാൻ വന്നത് കുറ്റപ്പെടുത്താൻ വന്നതല്ല, ഞാൻ വന്നത് നിങ്ങളെ വിമർശിച്ച് താറടിക്കാൻ വന്നതല്ല. ഞാൻ വന്ന് നിങ്ങളെ ലോകത്തെ രക്ഷിക്കാനാണ്. ദൈവം പറഞ്ഞു അവൻ ലോകത്തെ രക്ഷിക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞു ഞാൻ വന്ന് ലോകത്തെ രക്ഷിക്കാനാണ്. ഈ രക്ഷയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ? ഈ കേൾവി മാത്രമേ ഉള്ളൂ? മറ്റ് യോഗങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവും, മറ്റ് വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ബൈബിൾ വായിച്ച് കേട്ടിട്ടുണ്ടാവും, വായിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? സ്വോത്രം. ക്രൈസ്തവ സമൂഹത്തോടായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടും പറയുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് ചൊല്ലുണ്ടെങ്കിൽ, അങ്ങനെ പറയാറുണ്ടെങ്കിൽ, അങ്ങനെ കേൾക്കാറുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? എന്നോട് ഫോണിൽ വിളിച്ച് പറയാം നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? ക്രിസ്ത്യാനിയാകാൻ ആർക്കും പറ്റത്തില്ല. വെള്ളം തലയിലൊഴിച്ചിട്ട് ക്രിസ്ത്യാനി ആയതാണോ? സാധ്യമല്ല. മാതാപിതാക്കൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണോ? സാധ്യമല്ല. പള്ളിക്കാരും സഭക്കാരും പറഞ്ഞൊരു ക്രിസ്ത്യാനി ആയതാണോ? സാധ്യമല്ല. ക്രിസ്ത്യാകാനുള്ള ഒറ്റമൂലി. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:12 അതിന് ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അവനെ യേശുവിനെ പറ്റി പറഞ്ഞു വന്നിട്ട് പറയാണ്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിന്റെ വചനത്തിൽ നാമം എന്ന് പറഞ്ഞ വചനം, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരമുണ്ട്. ദൈവം അധികാരം കൊടുത്തു. കാരണം എന്താ? ദൈവം അയച്ച പുരുഷനായ, ദൈവം അയച്ച രക്ഷിതാവായ, ദൈവം അയച്ച യേശുക്രിസ്തുവായ അവനിൽ വിശ്വസിച്ചു. അവനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിച്ചു, അവനെ ഏറ്റെടുത്തു, അവനെ അംഗീകരിച്ചു. എന്താണ് അവൻ്റെ വിശേഷത? അവൻ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് സാധ്യമല്ലായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ, 12 പ്രാവശ്യം അനേകം പ്രത്യക്ഷനായതിനാൽ, പരസ്യമായ സ്വർഗ്ഗാരോഹണം ചെയ്തതിനാൽ സകല മനുഷ്യർക്കും ഒരു ഉയർപ്പുണ്ട് എന്നതിന് തെളിവ് ദൈവം ഹാജരാക്കി. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റുക. അങ്ങനെയുള്ള ഒരാൾ ക്രിസ്ത്യാനിയാകാം. ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയല്ല.
കേൾവി കൊണ്ട് ക്രിസ്ത്യാനിയല്ല, പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയല്ല, പാസ്റ്റർ മകനായതുകൊണ്ട് ക്രിസ്ത്യാനിയാകുകയില്ല. അങ്ങനെ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ക്വാളിറ്റിയാൽ ക്രിസ്ത്യാനിയാകത്തില്ല. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ക്രിസ്ത്യാനിയാകാൻ. അത് ഇതാണ്: യേശുവിനെ കൈക്കൊണ്ടു, യേശുവിനെ വചനത്തിൽ വിശ്വസിച്ചു, അതനുസരിച്ച് ജീവിക്കുന്നു, യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വരിക. ഇതായിരുന്നു യേശുവിൻ്റെ വാക്കുകൾ. അങ്ങനെയാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നിടത്തോളം സകലവിധ ബഹുമാനത്തോടും കൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശാപം വരുത്തി വയ്ക്കുകയാണ്. കുടുംബശാപം തലമുറയായിട്ട് കിടക്കുന്നത്. നിങ്ങൾ വ്യക്തിപരമായ ശാപത്തിലാണ്. ക്രിസ്ത്യാനിയാകുകയില്ല. ക്രിസ്ത്യാനിയാകാൻ യേശുവായിട്ട് ഒന്നിക്കണം. ബൾബ് കത്തണമെങ്കിൽ കറണ്ട് അവിടെ വരണം. കറണ്ട് വന്ന് ബൾബ് കത്തുന്നത് പോലെ കറണ്ടും ബൾബും ടച്ചായി. യേശുവും ഈ വ്യക്തിയായി ടച്ചായി. അങ്ങനെ ടച്ചായി ക്രിസ്ത്യാനിയായാൽ അവൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ എൻ്റെ 21 വയസ്സിൽ ക്രിസ്ത്യാനിയായി. പരമ്പരാഗതമായി ഞങ്ങളെല്ലാവരും ക്രിസ്ത്യ വിശ്വാസത്തിലും ക്രിസ്തീയ കുടുംബക്കാരുമാണ്. തലമുറയായിട്ട് വന്നതാണ്. പക്ഷേ 21 വയസ്സ് വരെ ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. ഞാൻ വന്ന് ലോകത്തെ രക്ഷിപ്പാനാണ്. യേശു പറഞ്ഞില്ലേ, ലോകത്തെ രക്ഷിപ്പാനാണ്. ശരി. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കഴിവില്ലാത്തതാണ് ന്യായപ്രമാണം. ബഹുമാനിച്ച് പറയുന്നു, സമയത്തിൻ്റെ പരിമിതിയിൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല. 2 വാക്ക്: ന്യായപ്രമാണം, പ്രവൃത്തി. പുതിയ നിയമപ്രമാണം, വിശ്വാസം. ഏതിലാണ് ഉള്ളത്? ഈ ഭൂമിയിൽ എന്തെല്ലാം സൽഗുണങ്ങൾ ചെയ്താലും രക്ഷിക്കപ്പെടുകയില്ല. അതൊക്കെ സാൻമാർഗീയതയുടെ ഭാഗത്ത് പോകുന്നു, മാനുഷികമായ നന്മയുടെ ഭാഗത്ത് പോകുന്നു. രക്ഷിക്കപ്പെടാനുള്ള മാർഗം യേശുവിനെ സ്വീകരിക്കുക, ഭാവിയാൻ സമ്മതിക്കുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, ചെയ്യുകയെന്ന് ദൈവത്തോട് പറയുക. കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരും. ദൈവവചനം അവരുടെ അകത്ത് കടന്നു ചെല്ലും. ബൈബിൾ പറയുന്നു, ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചോ ഇല്ലയോ? ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതിൻ്റെ നടുവിൽ ഒരു സംഭവമില്ല. ജനിച്ചെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകമാകുന്ന രജിസ്റ്ററിൽ ചേർത്തു. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. നമ്മുടെ അടിസ്ഥാനപരമായ ചിന്ത എന്താണ്? ദൈവം ലോകത്തിന് ചെയ്തിരിക്കുന്ന 5 നന്മകളിൽ 1-ാമത്തെ കാര്യം യേശുവിനെ ലോകത്തിൽ തന്നു എന്നുള്ളതാണ്. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പോയതുപോലെ പോയാൽ മതി. ഏതായാലും ഇപ്പോൾ പോകുന്ന നരകത്തിലേക്കാണ്. അവിടെ തന്നെ ചെന്ന് ചേരും. ഒരു തർക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെ, അത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. അതുകൊണ്ട് 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എബ്രായ ലേഖനം 10:4. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പഴയ ന്യായപ്രമാണത്തിൽ പാപം ചെയ്തവർ ആട്ടുകൊറ്റന്മാരോ കാളക്കിടാവിനെയോ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതൻ ആവശ്യപ്പെടുന്ന പ്രകാരം, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ചട്ടങ്ങൾ ചിട്ടകൾ ചെയ്താൽ പാപപരിഹാരം അപ്പോഴത്തേക്ക് വരും. വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പ്രവൃത്തി. അറിഞ്ഞില്ല എന്ന് പറയണ്ട.
മനസ്സിലായില്ലെന്ന് പറയണ്ട. ഉള്ള സ്ഥലമെല്ലാം വിറ്റ് സന്യാസിയാകാന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് കാൽക്കൽ ആരെങ്കിലും കാൽക്കൽ വെച്ചാലും പള്ളിക്ക് കൊടുത്താലും ക്രിസ്ത്യാനി ആവില്ല. അതുകൊണ്ട് യേശുവിനെ തന്നത് ഇതിനൊന്നുമല്ല. എൻ്റെ ദൈവമോ യേശു ക്രിസ്തുവോ പ്രോപ്പർട്ടി അഥവാ നമ്മുടെ ധനാഗമ മാർഗങ്ങൾ തേടി ലോകത്തിൽ വന്നത് അല്ല. പള്ളികൾ പണിയാൻ വന്നതല്ല. മതങ്ങൾ സ്ഥാപിക്കാൻ വന്നതല്ല. നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് അവർ മരിക്കേണ്ട സ്ഥാനത്ത് അവരുടെ പാപത്തിന് പകരമായി ചോരയില്ല പാപമില്ലാത്തവൻ മരിച്ചു ഉയർത്തുന്ന സ്വർഗത്തിൽ പോയത് ഇവനെ കൊണ്ട് സ്വർഗത്തിലെത്തിക്കാനാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, മനുഷ്യ സ്വർഗത്തിലെത്തിക്കാൻ ദൈവം ഇട്ടുന്ന പാലം. ഈ നിർമ്മലമായ സത്യം പച്ചയായി പരമാർത്ഥമായി ബൈബിളിനകത്തും വ്യക്തികളിൽ നിന്നും മറ്റു വിവിധ മാർഗങ്ങളിൽ നിന്നും കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും സ്വന്തം വഴിക്ക് തിരിഞ്ഞു നടക്കുന്ന സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ സന്ദേശം. എബ്രായലേഖനം 10:18 വായിച്ചു നോക്ക്. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഈ രക്തത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഗുണമുള്ളവർക്ക് മോചനമുള്ളിടത്ത് ഇനി ഒരു യാഗവും ഇല്ല. നമ്മൾ ഇന്ന് യാഗം കഴിക്കുന്നവരുണ്ടല്ലോ അല്ലേ? എന്ത് യാഗമാണോ ആർക്കറിയാം? ആർക്കാണോ യാഗം? ആർക്ക് വേണം യാഗം? എത്ര തന്നെ യാഗം കഴിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് യശയ്യാ 1-ാം അധ്യായം വായിച്ചാൽ മതി. ഇപ്പം ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? യേശുവിനെ തന്നിട്ട് നാം ഇന്നും പാപിയാണെങ്കിൽ 90 വയസ്സായ അപ്പച്ചനോടോ അമ്മച്ചിയോടോ 50 വയസ്സായ ഇടത്തര പ്രായക്കാരോടോ മാതാപിതാക്കളോടോ 30 വയസ്സായ യൗവനക്കാരനോടോ 20 വയസ്സായ യുവതിയോടോ ഞാൻ ചോദിക്കുന്നു, നീ ഇന്ന് പാപിയാണെങ്കിൽ യേശു വന്നിട്ട് നിനക്ക് എന്നാ ഗുണം കിട്ടി? എന്നാ ഗുണം കിട്ടിയേ? ദൈവത്തിന് തരാൻ നിനക്ക് വേണ്ടി തരാൻ ഇതിന് മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അടുത്ത് ഇതിന് മേലെ ഒന്നും തന്നാലും നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ല. ദൈവത്തിൻ്റെ നീതിയാണത് പാപത്തിന് ശിക്ഷ കൊടുക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമാണത് നിന്നെ രക്ഷിക്കണമെന്നുള്ളത്. ആ സ്നേഹമാണ് യേശു. യേശു ആ നീതി നിവർത്തിച്ചു. എനിക്ക് വേണ്ടി നിവർത്തിച്ചു. ലോകജനത്തിന് വേണ്ടി നിവർത്തിച്ചു. ജനിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി നിവർത്തിച്ചു. കൃപായുഗത്തിൻ്റെ ആരംഭം ഒക്കെ പിന്നാലെ വരും എങ്കിലും ആട്ടെ, കൃപായുഗത്തിൻ്റെ ആരംഭം മുതൽ കൃപായുഗത്തിൻ്റെ അവസാനം വരെ ഈ ചാൻസ് നാളെ നിനക്കുള്ളതല്ല. ഓരോ ദിവസത്തെ പത്രം വരുമെന്നോ കണ്ടിട്ടുണ്ടോ? വണ്ടി ഇടിച്ച് മരിച്ചു, വണ്ടി കൂട്ടിമുട്ടി മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. ഇവരൊക്കെ പ്രായം കൂടിയിട്ടുള്ളതൊന്നുമല്ല. ചെറുപ്പക്കാരും യൗവനക്കാരും 50 വയസ്സ് പ്രായമുള്ളവരൊക്കെയാണ്. ആരും വിചാരിച്ചില്ല മരിക്കുമെന്ന്. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. മരണം വാതുക്കൽ. ഞാനും മരണവുമായിട്ട് ഇഞ്ചുകളുടെ അകലം മാത്രം, സ്കെയിലിലെ ഇഞ്ചുകളുടെ അകലം മാത്രം. പ്രായം കൊണ്ടല്ല, ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഒരു സ്ഥിതി അതായതുകൊണ്ട്. സ്തോത്രം. എബ്രായലേഖനം 9:4 കൂടി വായിച്ചേക്ക്. 9:4. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. നിയമത്തിന്റെ കൽപ്പലക, പഴയ കൽപ്പലക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചു കേട്ട കൽപ്പലക ഉണ്ടായിരുന്നു. ആ കൽപ്പലക അന്ന് നിയമം ഉണ്ടായിരുന്നതുപോലെ ഇന്ന് ഫ്രീ കാലഘട്ടം. പക്ഷേ വിശ്വസിക്കുക എന്നുള്ളതും അനുസരിക്കുക എന്നുള്ളതും വചനപ്രകാരം ജീവിക്കുക എന്നുള്ളതും ഇന്നത്തെ കൽപ്പന. ഞാനത് ഓരോന്നും തിരിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യത്തെ
മറ്റു പല ഉപാധികളാലും കുറുക്കുവഴികളാലും സാൻമാർഗീയതകളാലും സ്വർഗരാജ്യത്തേക്ക് കയറാമെന്ന് വിചാരിക്കുന്ന എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങളെ ഓർത്ത് ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് പറയുന്നതാണിത്. ഇതിന് എത്ര പണച്ചെലവുണ്ടെങ്കിലും ആരും പണം കൈമാറിയിട്ട് ചെയ്യുന്നതല്ല, ഓഫർ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ. അത് പറയാൻ കാരണം ഞങ്ങളുടെ ജീവിതമാർഗം ഇതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് കുഞ്ഞിനെ ക്രിസ്ത്യാനിയാക്കി ആയുസ് മുഴുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ജയിലും കല്ലേറും കൊള്ളയും എന്ന് വേണ്ട എല്ലാ ദുർമാർഗങ്ങളിലും ഈ പറയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. ഒരു പക്ഷെ ഇങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കും, നമ്മുടെ പിതാക്കന്മാർ കയറിയില്ല ജയിലിൽ. സത്യമായിട്ട് കയറി. പിന്നെ അവർ കയറിയത് ക്രിമിനൽ പുള്ളികളായിട്ടല്ല. അവർ കയറിയത് പുതിയ മതം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. സ്വത്രം. അപ്പോൾ ആത്മീക ട്യൂണിലാണ് അവർ കയറിയത്. അവർക്ക് അധിക കാലം അവിടെ കിടക്കേണ്ടി വന്നില്ല. മറ്റുള്ളവരെല്ലാം പറഞ്ഞു വരുന്നത് ക്രിമിനൽ പുള്ളികളായിട്ട് കയറുകയാണ്. അത് കോടതി പറയുന്നിടപ്പോഴേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞ കാര്യം മനസ്സിലാകട്ടെ. പറഞ്ഞ കാര്യം മനസ്സിലാകുമ്പോൾ ലോകത്തിലേക്ക് ദൈവവിശേഷമായ 5 നന്മകൾ തന്നിട്ടുണ്ട് എന്ന വസ്തുത തൊട്ട് പറഞ്ഞ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുക, ബോധ്യപ്പെടുത്തുക. അതിന് തെളിവായിട്ട് അവൻ്റെ വചനത്തിൻ്റെ പ്രൂഫ്, രേഖ കാണിച്ചു തരിക. ഇതാണ് ഈ ഉള്ളവൻ്റെ നിയോഗവും ലക്ഷ്യവും. മനുഷ്യൻ പറയുന്നത് കേട്ടാൽ പോരാ, ദൈവം പറഞ്ഞത് കേൾക്കണം. ദൈവം പറഞ്ഞത് എങ്ങനെ കേൾക്കും സുഹൃത്തെ ചോദിച്ചാൽ മറുപടി ഒരു ബൈബിൾ വായിച്ചു നോക്കൂ. എൻ്റെ അടുത്തൊന്ന് ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്ന് പലരുണ്ട്. വായിച്ചു നോക്കൂ. സ്വത്രം. അതുകൊണ്ട് ഇത്രയും പ്രായമായിരിക്കുന്ന ഞങ്ങളൊക്കെ അരനൂറ്റാണ്ടിനപ്പുറം മുതൽ സന്തോഷവാന്മാരാ. സ്വത്രം. ഞങ്ങൾ കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സന്തോഷമല്ല. ഇന്ന് ഇവിടെ കുഴഞ്ഞു വീണാൽ അവിടെ എത്തും എന്നുള്ള പ്രൊമോഷൻ്റെ സന്തോഷമാണ്. അത് നിങ്ങൾക്കും ലഭ്യമാണ്, ആർക്കും ലഭ്യമാണ്. അവിടെ മതമില്ല, പ്രായമില്ല. ഒറ്റ ചോദ്യം, നീ വിശ്വസിക്കുന്നുവോ? നിൻ്റെ പാപത്തിന് പകരം മരിച്ചു ഉയർന്നിട്ട് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടിലല്ലാതെ മറ്റൊരു മൂന്നാമതൊരു വാക്ക് അതിന് ഉള്ളിലില്ലേ ഇല്ല. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഈ ചിന്ത കൊണ്ട് ഭരിക്കട്ടെ. ദൈവം തന്ന ഒന്നാമത്തെ സമ്മാനം യേശു ക്രിസ്തു. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് നൽകിയ വലിയ ശ്രേഷ്ഠമായ വിശേഷമായ ആ നന്മ, യേശു എന്ന നന്മ എളിയവർക്ക് ഏറ്റെടുക്കാൻ അരനൂറ്റാണ്ട് മുമ്പ് സഹായിച്ച കർത്താവേ, ഈ പകൽ ഈ വചനം കേട്ടവരിൽ ആരും പഴയതുപോലെ നഷ്ടപ്പെട്ടു പോകാതെ, അന്യം വന്നു പോകാതെ, അങ്ങയോട് കൂടെ ഉണ്ടെങ്കിൽ, അങ്ങുമായിട്ട് ഒരുമിച്ചാണെങ്കിൽ കർത്താവെ, അവർക്ക് എല്ലാ വിധത്തിലും സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധിയും അഭിമാനവും ഉണ്ടെന്ന് അനുഭവത്തിൽ കൂടെ പഠിപ്പിച്ച കർത്താവെ, ഈ പകൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ പക്കൽ അവരെ പരമേൽപ്പിക്കുന്നു. അവരെയും അതുപോലെ അനുഗ്രഹിച്ചാലും ദൈവരാജ്യത്തിനും അങ്ങയുടെ വരവിനും വേണ്ടി അവരെ ഉണർത്തിയാലും ഒരുക്കിയാലും സ്വന്തം ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.